ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് പഴം പുഴുങ്ങിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം. അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് ശർക്കരയാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ജാഗ്രി പൗഡർ എന്ന പേരിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുള്ളവർക്ക് അതായാലും എടുക്കാം. ശർക്കര ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കി എടുത്തിട്ട് അത് പാനിയാക്കിയിട്ട് ചൂടാറാൻ മാറ്റി വെച്ചു. ആ ചൂടാറിയതിന് ശേഷം നല്ലൊരു അരിപ്പയിൽ അത് അരിച്ചെടുക്കുക. ഇനി പഴം പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം അതിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പാനിയാക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുക. പിന്നെ ആവശ്യമുള്ളവർക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചതോ ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു വിസിലാണ് ഇതിന് ആവശ്യമുള്ളത്. ഒരു വിസിലടിക്കണ വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഉള്ള പോലെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ശർക്കര പാനി ഒരു നൂൽ പരുവാവും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അങ്ങനെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേനൂർന്ന പഴം പുഴുങ്ങിയത് കിട്ടും. എൻ്റെ വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയും. ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം 4 മണിക്ക്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.